നമസ്കാരം. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതേ ഉള്ളൂ. ഇന്നലെ രാത്രി വീണ്ടും പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു. ഈ മാസം തന്നെ, അതായത് മെയ് മാസം തന്നെ 4ാമത്തെ തവണയാണ് കുറേശ്ശെയായി ഇഞ്ചിഞ്ചായി ഈ എന്ന് പറയുന്നത് പോലെ കുറേശ്ശെ അല്പമായി വില കൂട്ടുന്നത്. ഇത് 1-2 തവണയല്ല, 4ാമത്തെ തവണ. എനിക്ക് തോന്നുന്നു ആദ്യം കഴിഞ്ഞ 15-ാം തീയതിയാണെന്ന് തോന്നുന്നു വില കൂട്ടിയത്. ഇപ്പൊ ഇന്നലെ രാത്രിയിൽ വീണ്ടും കൂട്ടി. ഡൽഹിയിൽ ഇപ്പോൾ പെട്രോളിന്റെ വില എത്രയാണെന്ന് അറിയാവോ? 102 രൂപ 12 പൈസയായി. അതേസമയം ഡീസലിന് 92 രൂപ 49 പൈസ. അതാണ് ഡൽഹിയിലെ ഇന്നത്തെ വില. ഇന്നലെ അർദ്ധരാത്രിയിൽ വില വർദ്ധിപ്പിച്ചതിന് ശേഷം ഇന്ന് രാവിലെ മുതൽ ഈടാക്കുന്ന പൈസ അതാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി വർദ്ധിപ്പിച്ച തുകയെന്ന് പറയുന്നത് പെട്രോളിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയുമാണ്. ഇതാണ് ഇന്നലെ രാത്രി വർദ്ധിപ്പിച്ചത്. അപ്പം അത് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആ വില വരുമ്പോൾ പെട്രോളിന് 115 രൂപ 32 പൈസയും ഡീസലിന് 104 രൂപ 41 പൈസയുമായി. പ്രാദേശികമായിട്ട് ദൂരം കൂടും തോറും വില സ്വല്പമൊക്കെ വർദ്ധിക്കും. ഏതായാലും ഇന്ന് വീണ്ടും കൂടിയ വില കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ധനം പെട്രോൾ പമ്പുകളിൽ നിന്നും കിട്ടത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതൊരു ദുരിതമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇതിന്റെ ചൂട് പിടിച്ച് ഇനി അങ്ങോട്ട് വില വർദ്ധിക്കും. ടാക്സികൾക്ക്, ഓട്ടോറിക്ഷകൾക്ക്, അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾക്ക്, ഇതിനെല്ലാം ഇനി അങ്ങോട്ട് വർദ്ധിക്കും വില. എന്തിനാലും ഒരു തട്ടുകട ചെന്ന് കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കണമെങ്കിൽ പോലും ഇപ്പോൾ അധികം പൈസ കൊടുത്തേ പറ്റൂ. മുൻപ് 10 രൂപയ്ക്ക് കിട്ടിയിരുന്ന ചായയ്ക്ക് ഇപ്പോൾ 15-16 രൂപ കൊടുക്കണം. പലയിടത്തും ചായ ഇല്ല. ഒന്നാമത് ഗ്യാസ് ഇല്ല. ഗ്യാസിന്റെ വില അതിനേക്കാളുമാണ്. കൂട്ടി ഈ വാണിജ്യ സിലിണ്ടറിനൊക്കെ വില എന്തുമാത്രമാണ് കൂട്ടിയിരിക്കുന്നത് അറിയാം. ഇരട്ടിക്കൊക്കെയാണ് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒന്നാമത് ഹോട്ടലുകൾ നടത്തിക്കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഈ തട്ടുകടകളായാലും ശരി തന്നെ, ടാക്സും മറ്റൊന്നും കൊടുക്കണ്ടല്ലോ തട്ടുകടകൾക്ക്. അതുകൊണ്ട് തട്ടുകട നമുക്കറിയാം, പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു കടയാണല്ലോ തട്ടുകട. അത് വളരെയേറെ ഉപകാരപ്രദമാണ്. പക്ഷെ അതുപോലും നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ ഇന്ധനവില അനുസരിച്ച്. നമുക്കൊക്കെ 10 രൂപയ്ക്ക് ഇടയിലൊക്കെ 10 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചായ ഇന്ന് 15, 16, 18 രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ്. അതനുസരിച്ച് നമുക്ക് ഉള്ള വരുമാനം കൂടുന്നുണ്ടോ? അതുമില്ല. വരുമാനം കുറയുന്നതല്ലാതെ കൂടുന്നില്ല. പല സ്വകാര്യ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം പോലും കൃത്യമായി കിട്ടുന്നില്ല. അത് കൊടുക്കാൻ കട ഉടമകൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ കഴിയുന്നില്ല കൃത്യമായി കൊടുക്കാൻ. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഈ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നില്ല. അടിസ്ഥാനപരമായി പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുമ്പോൾ നാനാ ഭാഗത്തുള്ള പല കാര്യങ്ങൾക്കും വില കൂടും. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കുടിക്കുന്ന ചായ മുതൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ഈ വില പിടിച്ചു നിർത്താൻ എന്തെങ്കിലും സാഹചര്യം ഒരുക്കിയേ പറ്റൂ. അത് കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും. കേരള സർക്കാരിന് ഒരു പരിമിതിയുണ്ട്. വില പിടിച്ചു നിർത്താനും വില കുറയ്ക്കുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ അടിയന്തരമായി അതിനൊരു നടപടി ഉണ്ടാകണം. നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് നമുക്ക് തന്നത്. അതിലെന്തെങ്കിലും ഒന്ന് നടപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? നമ്മളെ ഇങ്ങനെ പിഴിഞ്ഞ് ടാക്സ് ഇനത്തിലും നമ്മളെ വില വർദ്ധിപ്പിച്ചുമൊക്കെ എന്തുമാത്രം മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഏതായാലും ഇത് അല്പം കടന്ന കൈയായിപ്പോയി. ഈ വില വർദ്ധിപ്പിച്ചത് സാധാരണ ജനങ്ങളെ പോലും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതിയായിപ്പോയി.